വിഴിഞ്ഞത്ത് നിന്ന് കടലിൽ പോയ 4 വള്ളങ്ങൾ ഇതുവരെയായും മടങ്ങിയെത്തിയില്ല. ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തേണ്ടിയിരുന്ന വള്ളങ്ങളാണ് എത്താതിരുന്നത്. തീരസംരക്ഷണ സേന തെരച്ചിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്നലെ ഉച്ചയോട് 1 മണിയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ 8 ബോട്ടുകളാണ് കാണാതായിരുന്നത്. എന്നാൽ അതിൽ 4 ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 4 വള്ളത്തിലുള്ളവരും സേഫാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനി 4 വള്ളങ്ങളുണ്ട്. അത് എന്താണ് അതിൻ്റെ അവസ്ഥ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ബോട്ടിൽ തിരിച്ചു വന്ന ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എത്ര ബോട്ടാണ് ഇപ്പം തിരിച്ചു വന്നിട്ടുള്ളത്? ഇപ്പം തിരിച്ചു വന്നിട്ടുള്ള 4 ബോട്ടാണ്. 4 ബോട്ടിൽ വീണ്ടും 4 ബോട്ട് വരാനുണ്ട്. അതിൽ ഒരു ബോട്ടിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 23 മൈലേജും 343 കോമ്പസ് നമ്പറിൽ 2 ഇഞ്ചിനും കംപ്ലൈൻ്റായി ഒഴുക്കിൽ പോകുന്നതെന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉടമസ്ഥ വന്നിട്ട് അയാളുടെ സ്വന്തം ചിലവിൽ ഒരു വള്ളവും 4 ആൾക്കാരുമായിട്ട് അവിടെ തിരച്ചിലിന് പോയിട്ടുണ്ട്. ഇപ്പോഴും ഡെൻസൺ എന്ന് പറഞ്ഞ ഒരാളുടെ വള്ളം വരാനുണ്ട്. പിന്നെ റോബിൻസ് എന്ന് പറഞ്ഞ ആളുടെ 2 വള്ളം വരാനുണ്ട്. അപ്പോൾ ഈ വള്ളത്തിൽ ഇപ്പോൾ തിരിച്ചു വന്നവരെല്ലാവരും പോയവരെല്ലാവരും തിരിച്ചു വന്നോ? ഈ 4 വള്ളത്തിലുള്ളവരും? ഈ പോയവർ, ഒരു വള്ളത്തിലുള്ള ആൾ 3 പേര് രക്ഷപ്പെട്ടു വന്ന്, ഒരാൾ മരണപ്പെട്ട് പൂവാറ് കടലിൽ അടിച്ചു കയറിയെന്നാണ് പറയുന്നത്. കരയ്ക്ക് അടിച്ചു കയറിയെന്നാണ് പറയുന്നത്. ബോഡി കിട്ടിയിട്ടുണ്ട്. അതിൽ വീണ്ടും ഒരാളെ കിട്ടാനുണ്ട്. അപ്പം വള്ളം കമന്ന് പോയി. ആ വള്ളം ഏത് ദിശയ്ക്ക് ഒഴുകി പോയെന്ന് നമുക്ക് ഒരു അർത്ഥം. നമ്മൾ പോയിട്ട് തിരിച്ചാണ് വന്നത്. നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ രീതിക്കാണ് നിൽക്കുന്നത്. ട്രഫ് നല്ല ട്രഫായിരുന്നു. അപ്പം നമ്മളിപ്പം തിരിച്ചു വന്ന് ഇനി ഒരാളിനെ കൂടെ കിട്ടാനുണ്ട്. ആ അയാളുടെ വള്ളത്തിൻ്റെ പേരാണ് സാമൻ എന്ന് പറയും. ഈ 4 ബോട്ടുകളിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ എന്തെങ്കിലും പറ്റിയിരുന്നോ? രാവിലെ 10 മണിക്ക് റോബിൻസൺ എന്ന് പറയുന്ന ആളുടെ വള്ളവുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതിനുശേഷം ഇപ്പോഴും ആ റേഞ്ച് കിട്ടുന്നില്ല. അപ്പം ഒഴുക്ക് അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ കോസ്റ്റലും തീരദേശത്തുള്ള പോലീസ് എല്ലാം തെരച്ചിൽ നടത്തുവാണ് ഇപ്പോൾ? നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ വളരെ മോശമല്ലേ? അതിശക്തമായ കാറ്റും തിരമാലകളൊക്കെ വലിയ തോതിലല്ലേ അടിക്കുന്നത്? അപ്പോൾ ഈ തിരച്ചിലിന് ഇത് ബാധിക്കുന്നില്ലേ? തിരച്ചിൽ ബാധിക്കുന്നുണ്ട് മാഡം. പിന്നെ നമ്മൾ 20-ാം തീയതി മുതൽ ഈ ശനിയാഴ്ച വരെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പലവട്ടം നമ്മൾ നിർദ്ദേശം കൊടുത്തതാണ്. അതിൻ്റെ സാഹചര്യത്തിൽ മറികടന്ന് പോകുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഓരോരുത്തരുടെ വയറ്റുപിഴപ്പിന് കണക്കായിട്ട് പോകുന്നതാണ്. ചില സാഹചര്യം ഓരോരുത്തരുടെ ബുദ്ധിമുട്ടനുസരിച്ച് അവർ പണിക്ക് പോകുന്നതാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച് ഇപ്പം മത്സ്യത്തൊഴിലാളികളെ നമുക്ക് സഹായിക്കാനേ പറ്റത്തുള്ളൂ. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കഴിവ് എന്തുമാത്രം നമ്മൾ ആ കഴിമതി അവരോട് സഹകരിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അവരെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ ആംബുലൻസ് പുറത്ത് പോയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെയാണ് കടലടിക്കുന്നത്. അപ്പോൾ അവിടെ കടലിൽ കിടക്കുന്നവരുടെ കാലാവസ്ഥ എന്താണെന്നോ അതും പോലും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. നമ്മളിപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കടലിൻ്റെ ഉള്ളിൽ അവർ എന്തുമാത്രം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് എത്രത്തോളം അവരെ സഹായിക്കുമ്പോൾ പറ്റുമോ അത്രത്തോളം നമ്മൾ സഹായിക്കുന്നതായിരിക്കും. മുൻഗണന നിങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണോ ഈ വള്ളങ്ങളെല്ലാം പോയിരിക്കുന്നത്? മാഡം, സ്വാഭാവികമായിട്ട് ഈ കടൽ തീരദേശത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം ചില വ്യക്തികൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയം ഈ കാലാവസ്ഥ നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ മോശമായ കാലാവസ്ഥ വരുന്നത്. അപ്പം അവർ പറയുന്നത് നിങ്ങൾ വിളിച്ച് പറയുന്ന സമയം ഈ കാലാവസ്ഥ നോർമലാണ്. നിങ്ങൾ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ കാലാവസ്ഥ നമുക്കെതിരായിട്ട് വരുന്നത്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു നിർദ്ദേശം നമ്മൾ പറയുന്നത് 20-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നമ്മൾ വാണിംഗ് കൊടുത്തതാണ്. വീണ്ടും ശനിയാഴ്ച വരെ നമ്മൾ വീണ്ടും വാണിംഗ് കൊടുത്തതാണ്. വിഴിഞ്ഞം മുതൽ അടിമലത്തുറ അവിടെ വരെ മുതലപ്പൊഴിയിൽ വരെ നമ്മൾ വാണിംഗ് കൊടുത്തതാണ്. തീർച്ചയായിട്ടും നിരവധി നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നു, പോകരുത് എന്നുള്ളത്. കാരണം 20 അവർ പറഞ്ഞ പോലെ 20 മുതൽ 28-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുത്, പ്രതികൂലമായ സാഹചര്യമാണ് കടലിലുള്ളതെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എന്നാലും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ 8 ബോട്ടുകളും പോയത്. അതിൽ 4 ബോട്ടുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ്. നമുക്ക് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും 4 ബോട്ടുകളുമായിട്ടുള്ള ഒരുവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇതുവരെ നടന്നിട്ടില്ല
എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ 4 ബോട്ടുകളും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള എല്ലാവരും, അതുപോലെ നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കേണ്ടത്. കാരണം അവർ തിരിച്ചെത്തേണ്ടത് ഇവിടെയുള്ള എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. എന്തായാലും ഇപ്പോഴും അതിശക്തമായ കാറ്റും അതുപോലെ തന്നെ വലിയ തിരമാലകളും തന്നെയാണ് ഈ ഒരു നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം. അതിശക്തമായ കാറ്റും തിരമാലകളുമാണ് ഇപ്പോൾ ഉള്ളത്. വരും മണിക്കൂറിൽ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇനി 4 വള്ളങ്ങൾ കൂടി തിരിച്ചെത്താനുണ്ട്. അത് ഉടൻ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള എല്ലാവരും. വള്ളത്തിലെത്തിയവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് ഇത് തന്നെയാണ്. അതിശക്തമായ കാറ്റായിരുന്നു ഉൾക്കടലിൽ. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവർ കയറിൽ പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉൾക്കടലിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മളോട് അവർ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗമാണ്. എത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും അവർക്ക് കടലിൽ പോയേ പറ്റൂ. വിഴിഞ്ഞത്ത് നിന്ന് കടലിൽ പോയ 4 വള്ളങ്ങൾ മടങ്ങിയെത്തിയില്ല. ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തേണ്ടിയിരുന്ന വള്ളങ്ങളാണ് ഇപ്പോൾ കാണാതായത്. തീര സംരക്ഷണ സേന തിരച്ചിൽ ആരംഭിച്ചു. ഒരാൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരമുണ്ട്, പക്ഷേ ഇതുവരെയായും സ്ഥിരീകരിച്ചിട്ടില്ല. ശ്രീനന്ദയാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.